ഓക്കെ, എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. നമ്മൾ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, ഈ ലോകത്തിലെ അങ്ങ് ഇത്രമാത്രം അവിടുത്തെ മക്കളെ സ്നേഹിച്ചു. അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു, രക്ഷ നൽകി. കർത്താവേ, അങ്ങ് എത്രമാത്രം ഉന്നതനാണ് എന്ന് ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ല എങ്കിലും ഈ ലോകത്തിലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എങ്കിലും അങ്ങ് ആരാണെന്ന് ദൈവമേ, അങ്ങയുടെ മഹത്വം എത്ര വലുതാണെന്നും അങ്ങയുടെ മഹോന്നതമായ നാമം എത്രമാത്രം ഉയർന്നതാണെന്നും അങ്ങയുടെ പ്രവൃത്തികൾ എത്ര വിസ്മയാപകമാണെന്നും അറിയുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അങ്ങയുടെ മനുഷ്യരെ ഉപയോഗിച്ച് അങ്ങയുടെ സത്യം അവർക്ക് വെളിപ്പെടുത്തി അങ്ങ് എഴുതി വച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഇന്ന് വചനം പഠിക്കുമ്പോൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അറിയുവാൻ, കാണുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി. കൃത്യമായിട്ട് ഈ സമയത്തോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തെ കൂടുതൽ അടുത്തറിയുവാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ അടുത്തറിയുവാൻ ഇടയാക്കണമേ. രക്ഷിതാവ് യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ പിതാവേ, ആമേൻ. നമ്മൾ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും. അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവനെ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെ മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ രണ്ട് വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് മോശെ, ഒന്ന് ക്രിസ്തു. മോശയും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ നോക്കുമ്പോൾ യഹൂദ ജനം, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രഥമ പ്രവാചകൻ എന്നുള്ള നിലയിൽ മോശയെ, ഇല്ലെങ്കിൽ അവരുടെ നായകൻ, ഈജിപ്തിൽ നിന്നവരെ കൊണ്ടുവന്ന അതിശ്രേഷ്ഠ നായകനായിട്ട് മോശയെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കൂടാതെ ന്യായപ്രമാണ പുസ്തകം, അതായത് പഞ്ചേക ഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, കൂടാതെ ചില സങ്കീർത്തന ഭാഗങ്ങൾ, 90-ാം സങ്കീർത്തനം, അങ്ങനെ ചില ഭാഗങ്ങളും കൂടി എഴുതിയതായ ഒരു മഹനീയ വ്യക്തിയായിട്ടാണ് മോശയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹൂദജനം എപ്പോഴും വളരെ ഏറ്റവും അവർ അഭിമാനിച്ചുകൊണ്ടിരുന്ന, അതായത് ഞങ്ങൾക്ക് മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഞങ്ങൾക്ക് അബ്രഹാമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ, അത് മോശയെ എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിട്ടാണ് അവരുടെ ജീവിതത്തിൽ കണ്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ന്യായപ്രമാണം അഥവാ പഞ്ചേക ഗ്രന്ഥം മോശയാൽ എഴുതപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പം ആ മോശ എന്തുകൊണ്ടാണ് ഇത്ര ശ്രേഷ്ഠനായത് നമ്മൾ ചിന്തിച്ചാൽ, മോശയുടെ ദൈവം ഏതെല്ലാം വിധത്തിലാണ് ഉപയോഗിച്ചത്.
അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കും. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ എന്ന് മോശയോട് ദൈവം പറയാണ്, നീ ഇത് ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം. മോശയോട് ഒരു സുഹൃത്തിനെ പോലെ ദൈവം സംസാരിക്കുകയാണ്. നീ ചെന്ന് ഇസ്രായേൽ ജനത്തോട് പറയണം, നീ ചെന്ന് പറയണം. മോശയോട് ദൈവം സംസാരിക്കുകയാണ്. അത്രമാത്രം ദൈവത്തോട് അഭിമുഖമായി നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുന്നു. അത്രമാത്രം അഭിമുഖമായി ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് മോശെ. അതുപോലെ 20-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 23-ൻ്റെ 33 വരെയുള്ള വേദഭാഗങ്ങളെല്ലാം നമുക്ക് പഞ്ചേക ഗ്രന്ഥം, പ്രത്യേകിച്ച് ദൈവം മോശയിലൂടെ എഴുതിയതിൻ്റെ ചില തെളിവുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ 23-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനം അവിടെ നമുക്ക് കാണാം, നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത്, നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായി തീരും എന്ന് പറയുകയാണ്. അവസാനം അതായത് 22-ൻ്റെ ഇല്ലെങ്കിൽ 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ 23-ൻ്റെ 33 വരെ വാക്യങ്ങൾ അനവധി കാര്യങ്ങളാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ഒത്തിരി സൂചനകൾ, ഒത്തിരി നിയമങ്ങൾ, നിബന്ധനകൾ. നീ ഇന്നത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത്. നീ ഒരു പ്രത്യേക ജനമായിരിക്കുകൊണ്ട് ഇവിടെ 23-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം, സംവത്സരം 3 പ്രാവശ്യം നീ എനിക്ക് ഉത്സവം ആചരിക്കണം. കൂടാതെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെ അബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ അല്ലെങ്കിൽ അപ്പം തിന്നണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ കൂടാതെ 17-ാം വാക്യത്തിൽ കാണാം, സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പിലേക്ക് വരണം. ഇങ്ങനെ ചില കാര്യങ്ങൾ ദൈവം ചെയ്യണം, ചിലത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. 22-ൻ്റെ 28-ാം വാക്യത്തിൽ നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ശപിക്കരുത്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളാണ് അവിടെ നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കാണിച്ചു തരികയാണ്. അങ്ങനെ അതുകൊണ്ട് പഴയ ഉടമ്പടിയിൽ ദൈവം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ 23-ൻ്റെ 33 വരെ വാക്യങ്ങളിൽ പഴയ ഉടമ്പടി എന്താണ്? പഴയ ഉടമ്പടി ദൈവം അവരോട് ചെയ്ത കവനന്റ് അല്ലെങ്കിൽ നിയമം എന്താണ്? അവരുമായിട്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതുപോലെ പുറപ്പാട് ദിവസം 24-ാം അധ്യായത്തിൽ നമ്മൾ 7 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. അതായത് അപ്പോൾ മോശയിലൂടെ ദൈവം അത് എഴുതിപ്പിച്ചു ഒരു പുസ്തക രൂപത്തിൽ. ഇല്ലെങ്കിൽ അന്ന് എഴുതുന്ന രീതി എന്താണോ ആ മുഖാന്തരത്തിലൂടെ ദൈവം അത് എഴുതിപ്പിച്ചു. മോശ അത് എഴുതി എന്ന് കാണാം. അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിൻ്റെ മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അതായത് പഴയ ഉടമ്പടി, പഴയ കവനന്റ്. അതിലൂടെ ദൈവം ആ ജനവുമായി, ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു, അല്ലെങ്കിൽ നിയമം ചെയ്തു. ആ നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് രക്തവും തളിച്ചു. അങ്ങനെ നിയമം മുഴുവനും മോശെ ജനത്തെ വായിച്ച് കേൾപ്പിച്ചു എന്നൊക്കെ നമുക്കിവിടെ വായിക്കാൻ സാധിക്കുകയാണ്. അനന്തരം മോശെ അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തെ അവർ കാണുകയാണ് അവിടെ, ദൈവം അവരോട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത്. അതെല്ലാം അപ്പം നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ
പ്രത്യേകിച്ച് ആ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ, നിയമങ്ങൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് പറയുക. ദൈവം അവരോടും അവർ ദൈവത്തോട് ഞങ്ങളതനുസരിച്ച് നടക്കുമെന്ന് ദൈവത്തോട് വാക്കു പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. പുറപ്പാട് ദിവസം 34 അധ്യായത്തിൽ 10 മുതൽ 26 വാക്യം വരെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ഉടമ്പടി പിന്നീട് പുതുക്കുകയാണ്. പുറപ്പാട് ദിവസത്തിൽ തന്നെ 34 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. ഈ ഭാഗങ്ങൾ തന്നെ വീണ്ടും പുതുക്കുകയാണ്. പുതുക്കി അത് വീണ്ടും അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. 10 വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 34 10 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിനെ അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനം ഒക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പറയാണ്, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു. അവർ ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക്, ഒരു നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം അവരെ നിയമത്തിലേക്ക്, താനുമായിട്ടുള്ള ഒരു നിയമത്തിലേക്ക് ദൈവം അവരെ പ്രവേശിപ്പിക്കുകയാണ്. നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. 6 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 34 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അപ്പോൾ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറയുകയാണ്. അപ്പോഴാണ് പറയണത്, അതിനെ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. ദൈവം പറയാം. വീണ്ടും നമുക്ക് അങ്ങനെ ആ ഉടമ്പടി പുതുക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം മോശയെ സംബന്ധിച്ച്. മോശ പഞ്ചേക ഗ്രന്ഥങ്ങൾ എഴുതുവാൻ എന്തുകൊണ്ട് യോഗ്യനായിരുന്നു? അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളും, പഞ്ചേക ഗ്രന്ഥമായി 5 പുസ്തകങ്ങളും എഴുതുവാൻ എന്തുകൊണ്ടാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് മോശയ്ക്ക് അതിന് ഒരു യോഗ്യത ഉണ്ടായിരുന്നു? എന്തുകൊണ്ട് മോശ അതിന് യോഗ്യനായി? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, മോശേനെ അവൻ്റെ ചെറുപ്പകാലം മുതൽ ദൈവം ഒരുക്കി. നമുക്ക് കാണാം, ജനനം മുതൽ ഏത് മനുഷ്യനെയും ദൈവം അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ നമ്മൾ ദൈവം അറിയുന്നുണ്ട്. അതിന് മുമ്പേ ദൈവം അറിയുന്നുണ്ട്. ലോകത്തിലേക്ക് നമ്മൾ മറ്റൊരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെ അറിയാം. നമ്മുടെ പേരറിയാം, നമ്മുടെ ജീവിതം അറിയാം, നമ്മൾ ഏത് രൂപത്തിലിരിക്കുന്നു എന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ പക്ഷെ അമ്മയുടെ ഉദരത്തിൽ വന്നിട്ട് പോലുമില്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ജനിച്ചിട്ട് പോലുമില്ല. ഈ ഭൂമി തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ദൈവത്തിന് നമ്മുടെ പേരറിയാം, നമ്മുടെ രൂപം അറിയാം, നമ്മുടെ സ്വഭാവം അറിയാം, നമ്മുടെ മനോഭാവം അറിയാം, നമ്മൾ എന്തായി തീരുമെന്നൊക്കെ ദൈവത്തിന് അറിയാം. അപ്പൊ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെ ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒരു യാഗമായി, സൗരഭ്യവാസനയായ ദൈവത്തിന് പ്രസാദമായി, സുഗ്രാഹ്യമായ ബലിയായി ഒക്കെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരവസ്ഥയാണ്. അപ്പം ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം, ആ ദൈവം മോശയെ അവൻ ജനിച്ചപ്പോൾ പശ്ചാത്തലം നമുക്കറിയാം. ഈജിപ്തിൽ ഫറവോൻ പുറപ്പെടുവിച്ച നിയമം എന്താണ്? ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം, കൊല്ലണം. അതാണ് ആ കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. പക്ഷെ മോശയുടെ അമ്മ ആ കുഞ്ഞിനെ 3 മാസത്തോളം ഒളിപ്പിച്ച് താമസിപ്പിച്ചു. പിന്നെയും മറച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി അതിൽ ആ കുഞ്ഞിനെ ആക്കി നദിയിലേക്ക് ഒഴുക്കുക. ഇല്ലെങ്കിൽ അപ്പോൾ ഫറവോൻ്റെ പുത്രി അത് കണ്ട്
അവളെടുത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ മകനായി തന്നെ വളരുകയാണ്. അങ്ങനെ രാജകീയ കുടുംബത്തിൽ, രാജകീയ അല്ലെങ്കിൽ രാജകീയ കൊട്ടാരത്തിൽ ഫറവോൻ്റെ വീട്ടിൽ വളർന്ന മോശെ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മോശെ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്ന് സ്തെഫനോസ് പ്രസംഗിക്കുകയാണ് മോശയെക്കുറിച്ച്. 21-ാം വാക്യത്തിൽ നമുക്ക് കാണാം, പിന്നെ അവൻ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൻ അവനെ എടുത്തു തൻ്റെ മകനായി ഫറവോന്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി എന്ന് പറയും. ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുവാൻ അവസരം ദൈവം ഒരുക്കുകയാണ്. മോശയെ ചെറുപ്പം തൊട്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ചാണ്. മറ്റ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു പോയി. പക്ഷെ ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമായി സൂക്ഷിച്ചു. മോശയെ തൻ്റെ ദൗത്യത്തിന് ദൈവം അവനെ തെരഞ്ഞെടുത്തു. സകല ജ്ഞാനവും മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും ഇവിടെ പറയണത്, മോശെ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്ന് കാണാം. അപ്പൊ എഴുതുവാനുള്ള കഴിവ് അതിലൂടെയെല്ലാം മോശയ്ക്ക് ഉണ്ടായി. ഈ കാര്യത്തിന് ആവശ്യമായ വിവരണങ്ങൾ ഈ പഞ്ചേക ഗ്രന്ഥം എഴുതുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ പുറകിലുള്ള, തനിക്ക് മുമ്പേ ജീവിച്ചിരുന്ന, തനിക്ക് മുമ്പ് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന കാര്യങ്ങൾ, ആളുകൾ, ആ ചരിത്ര സംഭവങ്ങൾ, ചരിത്ര രേഖകൾ, ഇതെല്ലാം മോശയ്ക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ട് ആ കാലത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ, ഇതെല്ലാം എല്ലാ വിവരങ്ങളും കിട്ടുവാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം മോശയ്ക്ക് അവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രരേഖകൾ മോശയ്ക്ക് ലഭിക്കുവാൻ ഇടയായി. കൂടാതെ ഈ ചരിത്രം എഴുതുവാനുള്ള സമയം മോശയ്ക്ക് കിട്ടുവാൻ എല്ലാ വിധത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ലഭിച്ചു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, എഴുതുവാനുള്ള വിദ്യാഭ്യാസം മോശയ്ക്ക് ലഭിച്ചു. രാജകീയ മിസ്രൈമ്യ സദസ്സിലെ ഏറ്റവും ഉന്നതമായ അക്കാദമിക വിഷയങ്ങളിൽ മോശ പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ നോക്കണം, കൊട്ടാരത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും ഉന്നതമായ അക്കാദമിക വിഷയങ്ങൾ പഠിക്കുവാൻ അവസരം ലഭിച്ചു. അങ്ങനെ മോശ അതിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കൂടാതെ തൻ്റെ പാരമ്പര്യം, മോശ ഒരു നല്ല പ്രായം വരെ, അതായത് ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രായം വരെ സ്വന്തം വീട്ടിലാണ് വളർന്നത്. അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ എല്ലാം കൂടെ തന്നെയാണ്, സ്വന്തം വീട്ടിലാണ് വളരുവാൻ ഇടയാക്കിയത്. അപ്പോൾ ആ സമയത്തിൽ നിന്ന്, ആ കാര്യങ്ങളിൽ നിന്ന് മോശയ്ക്ക് എബ്രായ ചരിത്രത്തിൻ്റെയും ചിന്തിച്ചു നോക്കണം. മോശയ്ക്ക് അത് ഒഴിവായി പോയില്ല. ഫറവോന്റെ പുത്രി എടുത്ത് വളർത്തിയെങ്കിലും, കൊട്ടാരത്തിൽ വളർത്താനൊരവസരം വന്നുവെങ്കിലും, പക്ഷേ തൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും എബ്രായ ചരിത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള അവസരം അതിനു മുമ്പ് മോശയ്ക്ക്, അതായത് മോശനെ ദൈവം ഇപ്രകാരം ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ ഒരു സമയം, മോശയുടെ ഭവനത്തിൽ തന്നെ മോശയുടെ അമ്മയ്ക്ക് തന്നെ മുല കൊടുത്ത് വളർത്താനുള്ള അവസരം ദൈവം അവളിലൂടെ ഒരുക്കപ്പെടുകയാണ്. നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എബ്രായ ചരിത്രത്തിൻ്റെയും അവയുടെ ദൈവവുമായുള്ള അഭിമുഖത്തിൻ്റെയും പാരമ്പര്യങ്ങൾ, അത് തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ ചില അറിവുകളും അവിടെ നമുക്ക് മോശയിലേക്ക് കിട്ടിയെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ ഭൂമിശാസ്ത്രപരമായിട്ടും മോശയ്ക്ക് അറിവുണ്ടായിരുന്നു. മിസ്രൈമിലെ കാലാവസ്ഥ, ഭൂമിശാസ്ത്രത്തിൻ്റെ നേരിട്ടുള്ള അറിവുകൾ, ഇങ്ങനെ ഇതെല്ലാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും മോശയെ സംബന്ധിച്ച് മറ്റാരേക്കാളും അധികം മോശയ്ക്ക് ഒരു വലിയ അവസരം ദൈവം കൊടുക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ന്യായപ്രമാണം മോശ എഴുതിയെന്നതിന് ആ ഒരു കാര്യത്തിൽ എത്രമാത്രം മോശയ്ക്ക് ഒരു
ആ കാര്യങ്ങളിൽ നൈപുണ്യം അല്ലെങ്കിൽ അതിനുള്ള കഴിവ്, യോഗ്യത മോശയെ ദൈവം എത്രമാത്രം അതിനു മുമ്പായി തന്നെ ഒരുക്കി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ചില പുതിയ നിയമ വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, യോഹന്നാൻ 1:17 വാക്യത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു. അപ്പോൾ മോശെ മുഖാന്തരം ലഭിച്ചു എന്ന് പറയുമ്പോൾ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചു. ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയും ദൈവം മുന്നമേ തന്നെ ആ വ്യക്തിയെ ദൈവം എത്രമാത്രം ഒരുക്കി എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 45-47 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 45-47 വരെ വാക്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും: ഞാൻ പിതാവിൻ്റെ മുമ്പാകെ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? അപ്പം മോശ എഴുതിയെന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. മോശ ദൈവം അതിനെ ഉപയോഗിച്ചു. ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് വന്നത്. അപ്പം മോശയുടെ പുസ്തകത്തിൽ മോശ എഴുതിയ എഴുത്തുകളിൽ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അവനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഉപരിതലത്തിലൂടെയുള്ള ഒരു വെറും വായനക്കാർ മാത്രമാണ്. അരച്ച് കലക്കി കുടിച്ചു. പക്ഷെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതായ യഥാർത്ഥമായ സത്യം, ന്യായപ്രമാണ പുസ്തകമായാലും പ്രവാചക പുസ്തകമായാലും ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ബൈബിളിലെ 66 പുസ്തകങ്ങളുടെയും ഉള്ളിലുള്ള കേന്ദ്ര കഥാപാത്രം യേശുവാണ്. യേശു കർത്താവ്, യേശു മശിഹായാണ്. കേന്ദ്ര വിഷയം മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ മുഴുവനായി യേശു തന്നെ പറയുന്നുണ്ട് ലൂക്കോസ് 24-ാം അധ്യായത്തിൽ, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും ഒക്കെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം. അപ്പോൾ ന്യായപ്രമാണത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ മോശ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പം മോശയെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കൂടാതെ അവിടെ എബ്രായ ലേഖനം, നമ്മുടെ വിഷയത്തിൽ നമ്മൾ വരുമ്പോൾ എബ്രായ ലേഖനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിന് 3:1 അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പം ആരെയാണ് ശ്രദ്ധിച്ച് നോക്കാൻ പറയണത്? ശ്രദ്ധിച്ച് സൂക്ഷ്മമായി ഉറ്റുനോക്കാനാണ് പറയണത്. ആരിലേക്കാണ് നോക്കേണ്ടത്? ഇത്രയും ശ്രേഷ്ഠനായ ന്യായപ്രമാണം എഴുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മോശയെയാണോ? മോശ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. പക്ഷേ യേശുവുമായിട്ടും മോശയെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടെ എബ്രായ ലേഖനം കാണിച്ചു തരുന്നത്. മോശയുമായിട്ട് യേശുവിനെ താരതമ്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പം അതുകൊണ്ട് നമ്മൾ മോശയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ നമുക്ക് മശിഹായെക്കുറിച്ച് ഇല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചും നമ്മൾക്ക് ചിന്തിക്കും. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ വീണ്ടും തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കണം, ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എന്തു ചെയ്തു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ ആരാണ് എന്നത്. നമുക്ക് യോഹന്നാൻ സുവിശേഷമായാലും ലൂക്കോസ് എഴുതിയ സുവിശേഷമായാലും മർക്കോസും മത്തായിയും ഒക്കെ എഴുതിയ സുവിശേഷത്തിലെല്ലാം യേശു എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ബൈബിൾ മുഴുവനും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, ഒരുവൻ വരാൻ പോണ്,
അവൻ വരാൻ പോണ്. മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ ഈ പുസ്തകങ്ങളിൽ കാണാം അവനിവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന് ശേഷം അവൻ വീണ്ടും വരും. ഈ 3 കാര്യങ്ങളാണ്, ഈ 3 ഭാഗങ്ങളാണ് നമുക്ക് ബൈബിളിനെ അതിനെ വേറൊരു വിധത്തിൽ നമ്മൾ അതിനെ കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാൻ വരാൻ പോണ്, അവൻ ഇവിടെ ഉണ്ട്, അവൻ വീണ്ടും വരാൻ പോണ്. കേന്ദ്ര കഥാപാത്രം അപ്പോൾ ആരാണ്? യേശുവാണ്. യേശുവിനെ കുറിച്ചാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത് സുവിശേഷ ഭാഗങ്ങളിൽ കാണുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അവൻ എന്ത് ചെയ്തു എന്നുള്ളത്. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയമാണ് അവൻ ആരാണ് എന്നുള്ളത്. അവൻ ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല, അതിനേക്കാളും ശ്രേഷ്ഠമാണ് അത് ചെയ്തവൻ ആരാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പുതിയ നിയമം തരുന്ന സാക്ഷ്യം നാം തിരിച്ചറിയുമ്പോൾ വരും തലമുറയ്ക്ക് നമ്മളിപ്പോൾ മരിക്കും, എന്നാൽ വരും തലമുറയ്ക്ക് നമ്മൾ എന്താണ് കൊടുക്കാൻ പോണ വെല്ലുവിളി? ആ വെല്ലുവിളി അവൻ എന്തു പഠിപ്പിച്ചു എന്നതല്ല, അവൻ ആരാണ്. യേശു ആരാണ്? അതാണ് നമുക്ക് കൊടുത്തേച്ച് പോവേണ്ട ഉത്തരവാദിത്വം. നമ്മൾ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താ കൊടുത്തേച്ച് പോകുന്നത്? യേശു ആരാണ്? നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദൗത്യം എന്താണ്? യേശു ആരാണ്? ഇതാണ് നമ്മൾ കൊടുത്തിട്ട് പോകേണ്ട കാര്യങ്ങൾ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വെല്ലുവിളി ഇതാണ്. അതുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു മതനേതാവും നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പല മതനേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു മതനേതാവും, മോശയാകാം, പൗലോസാകാം, ബുദ്ധനാകാം, മുഹമ്മദാകാം, കൺഫ്യൂഷ്യസ് ആകാം, അവർ ഒരിക്കലും ഈ പറഞ്ഞ വ്യക്തികൾ ആരും തന്നെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവരാരും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ലീഡർഷിപ്പിൽ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാം. പക്ഷെ ഒരിക്കലും അവർ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. താൻ ദൈവമാണെന്ന് പറഞ്ഞ ആ അവകാശവാദം ഉന്നയിച്ച ഏക നേതാവ് യേശു മാത്രമാണ്. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് യേശു മാത്രമാണ്. തെളിവ് സഹിതം നമുക്കത് പരിശോധിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ നിയമം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ, പുതിയ നിയമം ശരിയായി വായിക്കുന്ന ഒരു വ്യക്തി യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ചും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. യേശുവിനെക്കുറിച്ച്, അതായത് പുതിയ നിയമം വായിച്ച ഒരു വ്യക്തിക്ക് യേശു ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ, തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, അതിന് ഏറ്റവും പറ്റിയൊരു ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പകൽ, അതായത് നട്ടുച്ച നേരത്ത് മേഘങ്ങളൊന്നുമില്ലാതെ നീലവാനത്തിലേക്ക് നോക്കിക്കൊണ്ട് നട്ടുച്ച സമയത്ത് സൂര്യനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. ആകാശം മുഴുവൻ ഞാൻ പരിധി നോക്കിയാണ്, സൂര്യനില്ല, മേഘങ്ങളൊന്നുമില്ല, കാർമേഘങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു സമയത്ത് നട്ടുവച്ചേക്ക് സൂര്യനെ കാണാത്തതുപോലെയാണ് പുതിയ നിയമം മുഴുവനും വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യേശുവിനെ മനസ്സിലായില്ലെങ്കിൽ, യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നട്ടുച്ചക്ക് സൂര്യനെ കാണാത്തൊരു വ്യക്തിയെ പോലെയാണ്. അതുകൊണ്ട് അത്രത്തോളം എളുപ്പമാണ് യേശു ആരാണെന്ന് തിരിച്ചറിയാൻ. അതിനുള്ള തെളിവുകൾ ബൈബിളിൽ പുതിയ നിയമത്തിലുണ്ട്. അപ്പോൾ താൻ ദൈവമാണെന്ന് അവകാശവാദം ഏതൊരാളെക്കാളും കർത്താവായ യേശു അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അവൻ തന്നെ, അവൻ്റെ പ്രവൃത്തികൾ, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സംസാരം, യേശു താൻ ജീവിച്ച് കാണിച്ചു തന്നതിലൂടെ അനേക തെളിവുകൾ. ഇനി യേശുവിൻ്റെ ദൈവികത്വം, അവൻ ആരാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അനവധി കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് താൻ ദൈവമാണെന്ന് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നത്? അതായത് എങ്ങനെയാണ് താൻ എങ്ങനെയാണ് ദൈവമാണെന്ന് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നത്? ഒന്ന്, അവൻ്റെ ഉപദേശങ്ങൾ. യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, യേശു അത് താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, താൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആളുകൾക്കത് വിശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അത് അവൻ ദൈവമാണെന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ്റെ ഉപദേശങ്ങൾ. അവൻ്റെ ഉപദേശങ്ങളുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, അവൻ്റെ ഉപദേശങ്ങൾ അന്തിമമായിട്ടുള്ളതും, അവൻ സംസാരിക്കുന്ന അവൻ്റെ ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അയ്യോ തെറ്റിപ്പോയി, ഞാനൊന്ന് പറഞ്ഞത് അതിനൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ തക്കവണ്ണം അങ്ങനെ ഒരു കാര്യം യേശുവിന് ഉണ്ടായിട്ടില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ ഉപദേശങ്ങളും എല്ലാം തന്നെ അന്തിമമായിട്ടുള്ളതാണ്. അത് പറഞ്ഞതാണ്. വലിയ പുള്ളി വ്യത്യാസമില്ല. തിരുത്തേണ്ടി വന്നിട്ടില്ല, മാറ്റപ്പെടുത്തേണ്ട, ഇല്ലെങ്കിൽ അതിനെ ഒരു പരിഹരിക്കേണ്ട, ഇല്ലെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. ശ്രേഷ്ഠമായതായിരുന്നു അവൻ സംസാരിച്ചത്. അവന് വീണ്ടും വിചാരത്തിൻ്റെ ആവശ്യമില്ല. പുനഃപരിശോധിക്കേണ്ടത് കാര്യം യേശുവിനില്ലായിരുന്നു. അവൻ സംസാരിച്ചതിൽ മിസ്റ്റേക്ക് ഇല്ല. യേശു സംസാരിച്ചത് അത്രമാത്രം ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടാണ്. അവൻ പുറകോട്ട് പോവുകയോ മാറ്റം വരുത്തുകയോ ചെയ്തില്ല. പിന്നീട് താൻ സംസാരിച്ച കാര്യത്തെ പുറകോട്ട് പോയിട്ട് പിന്നെയും അതിനെ മോഡിഫൈ ചെയ്യാനോ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ട ആവശ്യം യേശുവിനില്ല. അവൻ സങ്കല്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഊഹിച്ച് പറഞ്ഞിട്ടില്ല. സങ്കല്പിച്ച് പറയുകയോ ഊഹിച്ച് പറയുകയോ ചെയ്യാതെ വ്യക്തമായിട്ടാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതൊന്നും അവ്യക്തമല്ല. ആളുകൾക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധത്തിൽ ഒരു അവ്യക്തമായിട്ട് യേശു സംസാരിച്ചില്ല. യേശുവിനെ വിസ്തരിച്ച ആളുകളുടെ മുമ്പിൽ പോലും യേശു സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, മർക്കോസ് 14-ാം അധ്യായത്തിൻ്റെ 61-ാം വാക്യം മുതൽ 64 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അവിടെ 14-ന്റെ 61 മുതൽ, അതായത് സാഹചര്യം ഇതാണ്. 60-ാം വാക്യത്തിൽ, മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീയൊന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. യേശു ഒരു ദ്വയാർത്ഥമല്ല ഇവിടെ പറഞ്ഞത്, അവ്യക്തമായ ഒരു കാര്യമല്ല പറഞ്ഞത്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ സംസാരിച്ചില്ല, വ്യക്തമായിട്ട് സംസാരിച്ചു. നീ വന്യനായവന്റെ പുത്രൻ ആണോ, അല്ലെങ്കിൽ വന്യനായവന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന ചോദ്യത്തിന് ഞാനാകുന്നു. ക്ലിയർ ആണ്. അവൻ്റെ വ്യക്തിത്വമാണ് പറയുന്നത്. അവൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടാണ് അവൻ സംസാരിച്ചത്. വന്യനായവന്റെ പുത്രനായ ക്രിസ്തു ആണ്, ഞാനാകുന്നു. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് ഒരാളല്ല പറഞ്ഞത്, എല്ലാവരും വിധിച്ചു. അവൻ മരണയോഗ്യൻ. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിനെ വിസ്തരിക്കുന്ന സമയമാണിതെല്ലാം. യേശുവിനെ വിസ്തരിക്കുമ്പോൾ യേശു ഒരു വഷളത്വം ചെയ്തതിൻ്റെ പേരിലല്ല, ഒരു കൊള്ളരുതായ്മ ചെയ്തതിൻ്റെ പേരിലോ അവരുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിലോ അല്ല യേശുവിനെ ഇവിടെ വിസ്തരിച്ചത്. അത് പറയാൻ ഒരാൾക്കും യോഗ്യതയില്ലായിരുന്നു. ഒരു പാപിനിയായ സ്ത്രീയെ നടുവിൽ കൊണ്ടുവന്ന് കല്ലെറിയാൻ കൊണ്ടുവരുമ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. എല്ലാവരും ഇട്ടിട്ട് പോയി. പക്ഷെ ഒരാൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ, യേശുവിന് മാത്രം. യേശു പറഞ്ഞു, മകളെ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, മേലാൽ
പാപം ചെയ്യരുത്. അപ്പം യേശുവിൽ കുറ്റം ആരോപിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരേ ഒരു കാര്യത്തിനാണ് അവർ യേശുവിനെ വിസ്തരിക്കുന്നത്. അതാണ് നമ്മൾ താഴേക്ക് നോക്കുന്നത്. അവിടെ ഞാനാകുന്നു എന്ന് യേശു പറയുമ്പോൾ, വന്യനായവന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ഞാനെന്ന് പറയുമ്പോൾ, മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞപ്പോൾ, മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് നമുക്ക് കാണാം, ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒരിക്കലും മഹാപുരോഹിതൻ തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുതെന്നാണ്. അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു മഹാപുരോഹിതനും വസ്ത്രം കീറരുതെന്നുള്ള ദൈവകൽപ്പനയുണ്ട്. അങ്ങനെ അത് അവർക്കതറിയാം. പക്ഷേ ഞാനാകുന്നു എന്ന് പറയുന്ന വാക്കിന്റെ മുമ്പിൽ അവർക്ക് അത്രത്തോളം അത് ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് യേശുവിൽ നിന്ന് അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അത്യുന്നതന്റെ സ്ഥാനമാണ് ഇവൻ എടുത്തേക്കുന്നത്, ദൈവത്തിന്റെ സ്ഥാനമാണ് ഇവൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ വികാരത്തിലാണ് വസ്ത്രം കീറുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഏത് കാരണത്തിലാണ് യേശുവിനെ അവർ വിസ്തരിക്കുന്നതും പലപ്പോഴും യേശുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും? യോഹന്നാൻ 10:33 വാക്യത്തിലെ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:33 നമുക്ക് ഇങ്ങനെ കാണാം. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. കാരണം 29 വാക്യത്തിൽ 28 വാക്യം കൊണ്ട് ഞാൻ വായിക്കുമ്പോൾ, അതായത് 27 എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് 30 വാക്യത്തിൽ പറയാണ്, യോഹന്നാൻ 10:30 പറയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. അതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികളും നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചതിന് യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പം യേശു വിസ്താരത്തിലായത് ഏത് കാര്യത്താലാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്. കൂടാതെ 5-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു പോകുന്നു. അപ്പൊ യേശുവിനെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനും കല്ലെറിയുവാനും ഒക്കെ അധികമായി ശ്രമിച്ചു പോകുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം, യഹൂദന്മാർ എപ്പോഴും യേശുവിന്റെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. അതായത് യേശു അവ്യക്തമായിട്ടല്ല ഒന്നും പറഞ്ഞിട്ടുള്ളത്, യേശു സങ്കല്പിച്ചോ ഊഹിച്ചു പറഞ്ഞതല്ല, അവന്റെ വാക്കുകൾ വ്യക്തമായിരുന്നു. വന്യനായവന്റെ പുത്രൻ ക്രിസ്തു ഞാനാകുന്നു എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇവിടെയെല്ലാം അവൻ അങ്ങനെ തന്നെയാണ് മറുപടി പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് കല്ലെറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തന്നെ കല്ലെറിയുന്നതെന്ന് യേശുവിന് അറിയാം. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 58-59 വാക്യങ്ങൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, 8-ാം അധ്യായത്തിലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ന്റെ 58-59 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്.
അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അപ്പൊ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അപ്പൊ അവര് പറയണ നിനക്ക് ഇനിയും 33 വയസ്സായിട്ടില്ല. അവിടെ പറയണത് എന്തെന്നാണ്? ഞാൻ അവനെ അറിയുന്നു, അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. 56 വാക്യത്തിലേക്ക് കാണാം, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 50 വയസ്സ് പോലും ആയിട്ടില്ല. യേശുവിനെ നമുക്കറിയാം, അവന് 30 വയസ്സ് 33 വയസ്സിൻ്റെ ആ ഒരു കാലയളവിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഇനിയും നിനക്ക് 50 വയസ്സായിട്ടില്ല, പിന്നെ നീ എങ്ങനെ അബ്രഹാമിനെ കണ്ടു? അപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ സ്പഷ്ടമായിട്ട് കുറച്ചുകൂടി ഉറപ്പിച്ചു പറയുന്ന സത്യങ്ങൾ യേശു ആമേൻ ആമേൻ, അല്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട്. അപ്പം ഞാൻ ഉണ്ട് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകം 24:16 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ 24:16 വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, സഭയൊക്കെ അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ അവർക്ക് ഇത്രേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഒരു തച്ചൻ, മരപ്പണിക്കാരൻ, ജോസഫിൻ്റെ പുത്രൻ, തച്ചൻ്റെ മകൻ, മറിയയുടെ മകൻ, യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരൻ, ഒരു തച്ചൻ പറയാണ്, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. നിങ്ങളുടെ പിതാവായ അല്ലെങ്കിൽ മോശെ, നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന മോശെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതായ കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ഒരു തച്ചൻ്റെ മകൻ എന്താണ് അവകാശപ്പെടുന്നത്? അവൻ ദൈവമാണ്, സർവശക്തനായ ദൈവമാണെന്നാണ് അവൻ അവകാശപ്പെടുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ കേട്ടവർ യേശുവിനെ കല്ലെറിയുന്നത്. ഇവിടെ മാർക്കോസിൽ നമ്മൾ വായിച്ച പോലെ മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്ന് പറയുകയാണ്. ലേവ്യ പുസ്തകം 10:6 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 10:6 വാക്യത്തിൽ, പിന്നെ മോശെ അഹരോനോടൊപ്പം അവൻ്റെ പുത്രന്മാരായ എലിയാസാരോടും ഈഥാമരോടും നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിക്കുവാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്. കൂടാതെ 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും അതേ കാര്യം തന്നെ ലേവ്യ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. പക്ഷെ ഇവിടെ മഹാപുരോഹിതൻ യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ വസ്ത്രം കീറുകയാണ്. അപ്പോൾ യേശു ദൈവമാണ് എന്ന് കേട്ടതിനാലാണ് ഇവിടെ ആ ഒരു പ്രകമ്പനമാണ്. യേശു ദൈവമാണെന്ന് ഒരു തച്ചൻ പറയുകയാണ്, യേശു ദൈവമാണെന്ന്. അവൻ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ടപ്പോൾ, ഒരു തച്ചൻ്റെ മകനാണ്, അവരുടെ ഇടയിലെല്ലാം നടന്ന ഒരു വ്യക്തിയാണ്. അവൻ പറയാണ്, ഞാനും പിതാവ് ഒന്നാണ്, അബ്രഹാം ജനിച്ചതിന് മുമ്പ് ഞാനുണ്ട്, ഒന്നിനായവൻ്റെ പുത്രനായ ക്രിസ്തു അത് ഞാനാണ് പറയുമ്പോൾ ആ ഒരു കാരണം മഹാപുരോഹിതൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിലും ചെയ്യാൻ പെട്ടെന്ന് പ്രേരിതനായി പോവുകയാണ്. അത്രമാത്രം യേശു പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അവ്യക്തമല്ലത്, വ്യക്തമായിട്ടാണ് യേശു സംസാരിച്ചത്. ക്രിസ്തുവിൻ്റെ ചെയ്തിയല്ല തെളിയിച്ചത് അവൻ്റെ വ്യക്തിത്വമാണ്.
അവൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, അവൻ്റെ പ്രവൃത്തിയല്ല ഇവിടെ തെളിയിച്ചത്. ഞാൻ ആരാണ് എന്ന അവൻ്റെ വ്യക്തിത്വമാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത്. യേശുവിൻ്റെ സ്വഭാവ ദൂഷ്യത്താൽ അല്ല അവനെ വിസ്തരിച്ചതെന്ന് നമുക്ക് കാണാം. അവനെ പോലെ കുറ്റമില്ലാത്തൊരു വ്യക്തി ലോകത്തിലുണ്ടായിട്ടില്ല. പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് 1 പത്രോസ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവൻ ദൈവമെന്ന് പറഞ്ഞതിനാൽ മാത്രമാണ് അവനെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ കൊണ്ടുവന്നതും അവനെ വിധിച്ചതും അന്യായമായ അതായത് കുറ്റങ്ങളെല്ലാം അവൻ്റെ മേൽ ചുമത്തിയതെല്ലാം തന്നെ അവൻ അവകാശപ്പെട്ടത് അവൻ ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കൂടാതെ നമുക്ക് ദാനിയേൽ 7-ാം അധ്യായത്തിൽ 13 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദാനിയേൽ 7-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അപ്പൊ അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. അപ്പൊ പ്രവചനത്തിൽ ദാനിയേൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ആരാണെന്ന്. അവന്റെ പ്രത്യേകിച്ച് അവന്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ. സങ്കീർത്തനം 110 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. സങ്കീർത്തനം 110 1-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാം, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ഉള്ളപ്പോൾ നമുക്ക് കാണാൻ, പ്രിയപ്പെട്ടവർ, നമുക്ക് കാണാൻ സാധിക്കും പുതിയ നിയമം മുഴുവനും യേശു ആരാണെന്നാണ് വ്യക്തമാക്കുന്നത്. പഴയ നിയമത്തിൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നിഴലായിട്ട്. എല്ലാ പ്രവാചകന്മാരും ന്യായപ്രമാണത്തിലെല്ലാം സങ്കീർത്തനത്തിലെല്ലാം അവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവൻ ആരാണ്? മനുഷ്യപുത്രൻ എന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നമുക്ക് കാണാം മത്തായി സുവിശേഷത്തിൽ 27-43 വാക്യത്തിൽ, മത്തായി 27-43 നമുക്കിങ്ങനെ കാണാം, അതായത് യേശു ക്രൂശിൽ മരിക്കുന്ന സമയമാണ്. ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടിവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് ഇവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ യേശു നുണയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെയല്ലോ. ഇത് കേട്ടവർക്കും നന്നായിട്ട് അറിയാം ഇവൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ യേശു ഉടനീളം എല്ലാവരും കേൾക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ പിതാവിനോട് സമനാണ്. ആ ഒരു കാര്യത്തെ പ്രതിയാണ് യേശു ഇവിടെ ക്രൂശിൽ കിടക്കുന്നത്. അത് വ്യക്തമായിട്ട് ഉടനീളം കാണിച്ചിരിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ടതിനാലാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് ഇവിടെ എല്ലാം കാണാം. വിധിച്ച പീലാത്തോസും പറഞ്ഞത് 27-24 വാക്യത്തിൽ നമുക്ക് കാണാം. വിധിച്ച പീലാത്തോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരാവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈകഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവെന്ന് പറയാം. ഈ നീതിമാന്റെ, അപ്പം ന്യായാധിപനായ പീലാത്തോസ് വിധിച്ചത് യേശു കുറ്റക്കാരനാണ്, അതുകൊണ്ട് ശിക്ഷിക്കുക എന്നല്ല പറഞ്ഞത്, അവൻ നീതിമാനാണെന്നാണ് പീലാത്തോസ് വിധിച്ചത്. അപ്പം എന്നാൽ പിന്നീട് നമുക്ക് കാണാം, അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും, അവൻ നീതിമാനാണെന്ന് പറഞ്ഞിട്ടും, പക്ഷേ യേശു ശിക്ഷിക്കപ്പെടുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്.
അത് ആ പദ്ധതി നിവർത്തീകരിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പിലാത്തോസിന് പോലും വിടിവിക്കാൻ പറ്റില്ലത്, മാറ്റിമറിക്കാൻ പറ്റില്ലത്. കാരണം ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണത്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അപ്പം യേശു പലപ്പോഴും പറയുന്നത് ഇത് ഞാനാകുന്നു, ഞാൻ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് അതാണ്. എന്താണ് ഈ ഞാൻ? അയാം. ആരാണ് ഈ അയാം? പുറപ്പാട് പുസ്തകം 3:14 വാക്യത്തിൽ നമുക്ക് കാണാം ആരാണ് ഈ അയാം. പുറപ്പാട് 3:14 വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പോയി പറയാൻ പറഞ്ഞു. അപ്പൊ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. ഇതാണ് യേശുവും ഉപയോഗിക്കുന്ന വാക്കുകൾ. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട്. നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഞാൻ ആകുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പട്ടാളക്കാരോട് ചോദിക്കുമ്പോൾ അത് ഞാൻ ആകുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പിന്മാറി, കാണിച്ചു കൊടുക്കാൻ വന്ന യൂദ അടക്കം പിന്മാറി നിലത്ത് വീണു എന്ന് കാണാം. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും യേശുവിനെ തൊടാൻ പോലും പറ്റില്ല. യേശുവിനെ പലപ്പോഴും പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ സമയമായിട്ടില്ലാത്തതുകൊണ്ട് ആർക്കും അവനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. കാരണം ആവർത്തന പുസ്തകം 32 അധ്യായത്തിലെ ആവർത്തനം, ഡ്യൂട്രോണമി 32:39 നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്നിപ്പോൾ കണ്ടുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് പറയുകയാണ്. അപ്പം അവിടെ പറയുന്നത് പുറപ്പാട് 3:14 പറഞ്ഞ ഞാനാകുന്നവൻ ഞാൻ എന്ന് പറയുന്നത് ഇതെല്ലാം ആരിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? ഞാനല്ലാതെ ദൈവമില്ല, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ഇല്ല. 43 അധ്യായത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:10 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവ് 43:10 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ കാണുകയാണ്. യേശു പറഞ്ഞതിൽ പുതിയ കാര്യമൊന്നുമില്ല. ഞാനാകുന്നു, ഞാൻ അബ്രാഹാമിന് മുമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ യേശു ഒരു പുതിയ കാര്യമല്ല സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉടനീളം ഞാൻ ഐ ആം ദാറ്റ് ഐ ആം എന്നൊക്കെ പറഞ്ഞേക്കണ കാര്യങ്ങൾ പഴയ നിയമം ഉടനീളമുണ്ട്. യേശു ഒരു പുതിയ കാര്യമല്ല അവിടെയും പറഞ്ഞത്. വെറുതെ അല്ല യേശുവിനെ കല്ലെറിയാനായിട്ട് അവർ കല്ലെടുത്തത്, കൊല്ലാൻ ശ്രമിക്കുന്നത്, യേശുവിനെ ക്രൂശിച്ചത്, പിലാത്തോസിന്റെ മുമ്പിൽ പോലും അവനെ കൊണ്ടുവന്നത്, അവൻ മരണയോഗ്യൻ എന്ന് പറയണതെല്ലാം ഈ ദൈവദൂഷണം. അവർക്ക് ദൈവദൂഷണമായിട്ടാണ് യേശുവിൽ കണ്ടത്. പക്ഷെ യേശു സത്യമാണ് സംസാരിക്കുന്നത്. കാരണം യെശയ്യാ 9:6 നമുക്ക് കാണാം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. എവർലാസ്റ്റിംഗ് ഫാദറാണ് ഈ വന്നത്, നിത്യപിതാവാണ് ഈ വന്നത്, വീരനാം ദൈവമാണ് ഈ വന്നത്. അവന്റെ പൂർവഭൂതമായ അവസ്ഥ അതുകൊണ്ടാണ്.
അതുകൊണ്ട് ദൈവത്തിന് നൽകുന്ന ബഹുമാനത്തിന് യേശു യോഗ്യനാണ്. ഇതിനെ തുടർന്ന് നമുക്ക് യേശുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത പ്രാവശ്യം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും തുറന്ന് നമുക്ക് ചിന്തിക്കാം. അവൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നട്ടുച്ചയ്ക്ക്, പ്രിയപ്പെട്ടവരെ, നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കുമ്പോൾ, സൂര്യനെ നോക്കാൻ ശ്രമിക്കുന്നവൻ സൂര്യനെ കണ്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് യേശുവിനെ. പുതിയ നിയമം മുഴുവനും പരിശോധിച്ചിട്ട് യേശുവിനെ അവൻ്റെ ദൈവികത്വം, വീരനാം ദൈവമായ യേശുവിനെ ഒരാൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്നത് അപ്രകാരമായിരിക്കും. അതുകൊണ്ട് യേശു വ്യക്തമായിട്ട് അവൻ്റെ സാക്ഷ്യങ്ങളും അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതും യേശുവിൻ്റെ പ്രവൃത്തിയും യേശു സ്വന്തമായിട്ട് തന്നെ സംസാരിച്ചതും എല്ലാം നമുക്ക് ഇതുപോലെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് അവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സാക്ഷീകരിക്കുന്ന ഇല്ലെങ്കിൽ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ എന്ന് പറയുന്നത്. അവനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവൻ ആരാണെന്നും അവനാണ് ഭവനത്തിലെ അധികാരിയും അവകാശിയും ഒക്കെ ആയിട്ടുള്ള പുത്രൻ, അല്ലെങ്കിൽ ഉടമസ്ഥൻ അവനാണ്. മോശെ ഗൃഹവിചാരകനായ ദാസനാണ്. ഈ രണ്ട് കാര്യങ്ങളും താരതമ്യം ചെയ്ത് നമ്മൾ പഠിപ്പിക്കുകയാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതീവ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ ലോകത്തിൽ ഒന്നും അറിയാതെ കണ്ണു കുരുടരായി ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യരായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉടയവനെ, സൃഷ്ടാവിനെ, സർവശക്തനെ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ, എല്ലാ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവനെ കാണുവാൻ തക്കവണ്ണം, അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ പാപത്താൽ നശിച്ചു പോയപ്പോൾ ഞങ്ങളുടെ പാപത്തിന് പരിഹാരം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മക്കളും പുത്രന്മാരും പുത്രിമാരുമായി തീരുവാൻ ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിലൂടെ ഞങ്ങൾക്ക് രക്ഷയും പാപമോചനവും എല്ലാം തന്ന് പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങയുടെ മഹത്വമേറിയ അവകാശത്തിലേക്ക്, രാജ്യത്തിലേക്ക്, ഭവനത്തിലേക്ക് ഞങ്ങളെ അങ്ങയുടെ സ്വന്തം അബ്ബാപിതാവെന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് ഞങ്ങളെയും പുത്രന്മാരാക്കി മാറ്റുവാനുള്ള അങ്ങയുടെ വിലയേറിയ പദ്ധതി ഒക്കെ ഞങ്ങൾക്ക് കാണുവാൻ ദൈവമേ അങ്ങ് അങ്ങയുടെ വചനത്തിലൂടെ സഹായിക്കുന്നതിന് നന്ദി. അതിശ്രേഷ്ഠനായ ഞങ്ങളുടെ സ്വർഗീയ രാജാവിനെ, അങ്ങ് എത്രമാത്രം ഉന്നതനാണെന്ന് ഞങ്ങളെ അങ്ങയുടെ വചനത്തിലൂടെ കാണിച്ചു തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഈ വചനങ്ങൾ കേൾക്കുകയും അടുത്തു നിന്നും ദൂരത്തു നിന്നും ഒക്കെയും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. രക്ഷിതാവ് യേശുവാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കുന്ന പിതാവ്. ആമേൻ. താങ്ക് യു എല്ലാവർക്കും.